ഇന്ന് ഇത്തിരി കപ്പ, ഉണക്കക്കപ്പ വേവിക്കാമെന്ന് കരുതി വെന്ത് അത് ഊറ്റിയിട്ടിരിക്കുകയാണ്. ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന തേങ്ങയാണ്. ഇങ്ങനെ പാക്ക് ചെയ്ത് നമുക്ക് കിട്ടും. 250 ഗ്രാമിന് 60 രൂപയാണ്. ചിരണ്ടി പാക്ക് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ നമുക്ക് കിട്ടും. അത് ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും, സാധാരണ ഇഞ്ചി ഇടാറില്ല എന്നാണ് തോന്നുന്നത്, പക്ഷെ ഞാൻ ഈ ഗ്യാസ് ട്രബിൾ വല്ലതും ഉണ്ടാവുമെന്ന് പേടിച്ച് ഞാൻ ഇച്ചിരി ഇഞ്ചിയും കൂടി ഇട്ട് ഈ ചോപ്പറിനകത്തൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ ഞാൻ ഇത്തിരി ഒന്ന് അരഞ്ഞു കഴിഞ്ഞപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടു. അങ്ങനെ നമുക്ക് കപ്പയൊന്ന് തുറക്കാം. ഓക്കെ, അത് വെന്തോന്നൊന്ന് നോക്കട്ടെ. ഇത് ഞാൻ തന്നെ കഴിക്കുന്നത് കൊണ്ടാണ് കൈയൊക്കെ ഇട്ട് നോക്കുന്നത് കേട്ടോ. വെന്ത് കേട്ടോ, നന്നായിട്ട് വെന്തു. ഒന്ന് തിന്നൂടെ നോക്കാം. അത് അരപ്പ് ചേർക്കാം. കണ്ടോ, എൻ്റെ കപ്പ റെഡി ആയിട്ടുണ്ട്. കപ്പയും ഒരു ലേശം മീനച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. പുലരാൻ തുടങ്ങുമൊരു രാത്രി തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടി വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ